അപ്പോൾ ഒരു സ്ട്രോക്ക് കെയർ ട്രീറ്റ്മെന്റിൽ എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ എത്രത്തോളാണ് AI എല്ലാ ഇമ്പോർട്ടൻസ്? സ്ട്രോക്കിനും ഇത് വേണ്ടിയല്ല, പക്ഷെ ചില കോംപ്ലിക്കേറ്റഡ് കേസിൽ AI വെച്ച് ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള രോഗികൾക്കാണ് നമ്മൾ മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന ചികിത്സ അഡ്വൈസ് ചെയ്യുന്നത്. തലച്ചോറിലേക്കുള്ള രക്തോട്ടം കുറയുമ്പോഴോ അതല്ലെങ്കിൽ രക്തക്കുഴൽ പൊട്ടി ബ്ലീഡിങ് ഉണ്ടാകുമ്പോഴാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന് പറയുന്നത്. സ്ട്രോക്ക് പൊതുവെ ഒരു പ്രായമായവർക്ക് വരുന്ന രോഗമല്ലേ, അത് ചെറുപ്പക്കാരിലും വരാനുള്ള ചാൻസ് ഉണ്ടോ? ചെറുപ്പക്കാരിൽ സ്ട്രോക്ക് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് സ്മോക്കിംഗ്. പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളത് നിത്യവ്യായാമം 45 മിനിറ്റ്, ചുരുങ്ങിയത് 45 മിനിറ്റ്. ഒരു മൾട്ടി ഫാക്ടോറിയലാണ്. സ്ട്രോക്കിന് ഒരു കാരണമല്ല, പല കാരണം. 70% ഇമ്പ്രൂവ്മെന്റ് തന്നാൽ തന്നെ നമുക്കൊരുമാതിരി പ്രായോഗികമാക്കാൻ പറ്റും. മൈനർ സ്ട്രോക്ക് ആയിരിക്കും. മൈനർ സ്ട്രോക്ക് ഉള്ള രോഗികൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവർ പലപ്പോഴും ഞാൻ പറഞ്ഞ 4.5 മണിക്കൂറിൻ്റെ വിൻഡോ പീരീഡിലായിരിക്കില്ല.